മുട്ടുവേദന മാറാനായിട്ടുള്ള എൻ്റെ ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞു തരട്ടെ. എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. മുട്ടുവേദന മാറാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. അതുമാത്രമല്ലാണ്ട് ഈ ഒരു മഴക്കാലത്തൊക്കെ പെട്ടെന്ന് കാലിന് വേദനയും അതിൽ ഉപ്പുറ്റി വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. പിന്നെ ചതവും ഉളുക്കും മാറാനൊക്കെ ആയിട്ടും അത് നല്ലതാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. സിമ്പിളായിട്ട് നാച്ചുറലായിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഈ ഒരു മുരിങ്ങ ഉണ്ടില്ലേ, ഈ ഒരു മുരിങ്ങയുടെ ഇലയല്ല, മുരിങ്ങയുടെ തോലെടുക്കുക. ഇത് നമ്മൾ ഇതിപ്പോൾ ഇവിടെ വെട്ടിയിട്ടേക്കുന്ന മുരിങ്ങ മരമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ തോലെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു തോല് വളരെ നല്ലതാണ്. ഇത് മരുന്നിനൊക്കെ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ചതവിനും ഉളുക്കിനും ഒക്കെ ഈ ഒരു ഇതിൻ്റെ തോല് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഞാനിപ്പോൾ ഒന്ന് തോലിന്ന് ഇതുപോലെ ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് എടുക്കണ്ട, നമുക്ക് നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെയാണ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ച് സ്റ്റോർ ചെയ്യുന്ന ആളുകൾ തണുപ്പാറിയതിന് ശേഷം കാലയിൽ തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഇത്രയും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കറക്കുമ്പോൾ എന്ന് പറയുന്നത് തോലായതുകൊണ്ട് തന്നെ നല്ല കട്ടിയല്ലേ. അപ്പോൾ അതായത് ഇതുപോലെ ഒരു അമ്മിക്കലോ ഒരലയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ. ഇത് ആയുർവേദ മരുന്നുകളുടെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് നീർക്കിട്ട് വലിയ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് ചതച്ചിട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. നീർക്കിട്ട് വലിയാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, ഒത്തിരി വെള്ളം ഒന്ന് മിക്സിയുടെ ജാറിൽ കറക്കി എടുക്കാനായിട്ട്. നമ്മൾ അമ്മിക്കലയിലാണ് ഇട്ട് കറക്കുന്നതെങ്കിൽ നമുക്ക് അരച്ചെടുത്താൽ മതിയല്ലോ. മിക്സിയുടെ ജാറിലൊന്നും നമ്മൾ ശരിക്കും അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ചാറ് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു നമ്മൾ വല്ല ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ട് വലിയ രീതിയിലൊക്കെ ഇങ്ങനെ ചതവും ഉളുക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അരക്കുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, മുട്ട വെള്ളയും ചെന്നിനായകം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, നമ്മൾ അങ്ങാടി ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. നല്ല ഉളുക്ക് ചതവാണെങ്കിൽ കേട്ടോ അങ്ങനെ ചെയ്യാവുള്ളൂ. ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് നീരൊക്കെ വന്നിട്ട് ഭയങ്കര ഉളുക്കും ചതവായിട്ട് ചതഞ്ഞ് കൂറിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ളയും ചെന്നിനായകവും ഒരല്പം ഉപ്പും ഈ ഒരു നമ്മുടെ മുരിങ്ങയുടെ തൊലിയും കൂടെ കൂടിയിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ മിക്സിയുടെ നല്ല അരച്ചെടുക്കുക, അതല്ലെങ്കിൽ അമ്മിക്കലയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ആ ചതവ് ഉളുക്കൊക്കെ വന്നിരിക്കുന്ന ഭാഗത്ത് അരച്ച് പുരട്ടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ചതവ് ഉളുക്കും മാറും കേട്ടോ. ഇനി മുട്ടുവേദനയ്ക്ക് നമുക്ക് മുട്ടുവേദനയ്ക്കാണ് തേക്കുന്നതെങ്കിൽ ഇതിൻ്റെ തോലും ഉപ്പും കൂടെ കൂടിയിട്ട് അരച്ച് പുരട്ടിയാൽ മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ ശരിക്കും അരയ്ക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ചാറൊക്കെ പിഴിഞ്ഞെടുക്കുന്നതെങ്കിൽ തുണിയിൽ മുക്കിയതിന് ശേഷം മുട്ടയിൽ ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് വലിഞ്ഞു കിട്ടും. അത് മാത്രമല്ലാണ്ട് കുറച്ച് വെള്ളമൊക്കെ കൂടുതൽ നിങ്ങളങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ ഉപ്പിട്ടിട്ട് നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ വേദന ഉണ്ടെങ്കിൽ കാല് ഉപ്പൂറ്റി ആ വെള്ളത്തിൽ മുക്കി കുറേ നേരമൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പൂറ്റി വേദന പമ്പ കിടക്കും കേട്ടോ. നല്ലതാണ്, വളരെ നാച്ചുറലാണ്. ഇനി നമുക്ക് ഒന്ന് നീർക്കെട്ട് വേദന ഒക്കെ ഉള്ളിടത്തൊന്ന് ചൂട് പിടിക്കാനായിട്ടുണ്ടല്ലോ, ഇത് കരിഞ്ജീരകമാണ്. ഈ ഒരു കരിഞ്ജീരകം നീർക്കെട്ട് വലിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. വേദനകൾ മാറും. ഈ ഒരു കരിഞ്ജീരകം നിങ്ങൾ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ചൂടാവുമല്ലോ. അപ്പോൾ ഈ ചൂടാകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു കോട്ടൻ്റെ ടവലോ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ തോർത്തോ ഉണ്ടെങ്കിൽ മതി. അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് വീതം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല വേദന മുട്ടിനാണോ നമുക്ക് കൈക്കോ കാലിനോ ഇനിയിപ്പോൾ പുറം നടുവൊക്കെയാണ് വേദന വന്നെങ്കിൽ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂട് പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നീർക്കെട്ട് വലിയും. വേദന ഉള്ള ഒരു ഭാഗത്ത് നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഒന്ന് കിഴി കെട്ടി ചൂട് കൊടുക്കുന്നത് നല്ലതാണ്. അത് മാത്രമല്ലാണ്ട് മുട്ടുവേദന ഉള്ളവർക്ക് ഇതുപോലെ ഉപ്പിട്ടിട്ട് അരച്ച് പുരട്ടാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയൊക്കെ ആണ്, അമ്മിക്കല്ലൊന്നും ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ചാറ് എടുത്തിട്ട് നമുക്ക് തുണിയിലിട്ടിട്ട് നമുക്ക് മുട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഉളുക്കൊക്കെ ഉള്ളിടത്തിൽ ചതവുള്ളിടത്തിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നീർക്കിട്ട് വലിയും വേദന മാറി കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ മാരറിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സിലൊക്കെ വന്ന് വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി വെച്ചിട്ട് പോകാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ബൈ.